ബാരലിന് $120. ഈ വില കേട്ടാൽ നമ്മുടെയൊക്കെ സമാധാനം പോകും. ഇത് കേൾക്കുമ്പോൾ വെറുമൊരു വാർത്തയായി മാത്രം ഇത്തരം കാര്യങ്ങളെ കാണരുത്. നമ്മുടെയൊക്കെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന ഒരു വലിയ തിരിച്ചടിയാണിത്. ഈ ഒരൊറ്റ വിലക്കയറ്റം കൊണ്ട് മാത്രം നമ്മുടെ മാസ ബജറ്റിൽ എത്ര രൂപയുടെ അധിക ബാധ്യത വരുമെന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ശരിക്കും ഇതൊരു യുദ്ധപ്രഖ്യാപനം പോലെയാണ്. പലപ്പോഴും നമ്മൾ വിചാരിക്കും പെട്രോളിനും ഡീസലിനും വില കൂടുമ്പോൾ വണ്ടിയുള്ളവരെയല്ലേ അത് ബാധിക്കുമെന്ന്. അവിടെയാണ് നമുക്ക് തെറ്റുന്നത്. ഈ വണ്ടിയുള്ളവരും ഇല്ലാത്തവരും ഒരുപോലെ ഇതിന്റെ ഭാരം ചുമക്കേണ്ടി വരും. എങ്ങനെയാണെന്നല്ലേ ഇനി ഞാൻ പറയുന്നൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ നാട്ടിലേക്ക് പച്ചക്കറിയും അരിയും മറ്റ് അവശ്യ സാധനങ്ങളും വരുന്ന അയൽ സംസ്ഥാനങ്ങളിൽ നിന്നാണ്. ഈ ലോറികൾ ഓടുന്നത് ഡീസലിലാണ്. ഡീസലിന് വില കൂടുമ്പോൾ സ്വാഭാവികമായി ലോറി വാടക കൂടും. അപ്പോൾ തക്കാളിക്കും പയറിനും അരിക്കും വരെ വില കൂടും. അതായത് നിങ്ങൾക്ക് വണ്ടിയില്ലെങ്കിലും നിങ്ങളുടെ പ്ലേറ്റിലെ ഭക്ഷണത്തിന് വില കൂടും. ഇതൊരു ചെയിൻ റിയാക്ഷൻ ആണ്. ഇവിടെയാണ് മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതിനെ ഇമ്പോർട്ടഡ് ഇൻഫ്ലേഷൻ എന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. അതായത് നമ്മൾ പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്യുന്ന വിലക്കയറ്റം. ഇന്ത്യ ഉപയോഗിക്കുന്ന എണ്ണയുടെ ഏതാണ്ട് 87% നമ്മൾ പുറത്തു നിന്നാണ് വാങ്ങുന്നത്. അപ്പോൾ ലോകത്തിന്റെ എവിടെയെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ അത് നേരെ വന്ന് തട്ടുന്നത് സാധാരണക്കാരന്റെ പോക്കറ്റിലാണ്. ഇതൊരു ചെറിയ കാര്യമല്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഇതിന്റെ വേറൊരു വശം നോക്കാം. രൂപയുടെ മൂല്യം. എണ്ണ വാങ്ങാൻ നമ്മൾ ഡോളർ കൊടുക്കണം. എണ്ണയ്ക്ക് വില കൂടുമ്പോൾ നമുക്ക് കൂടുതൽ ഡോളർ വേണം. അപ്പോൾ സ്വാഭാവികമായും രൂപയുടെ വില ഇടിയും. ഈ നിരക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? രൂപയുടെ മൂല്യം ഇടിയുമ്പോൾ നമ്മൾ വിദേശത്ത് നിന്ന് വാങ്ങുന്ന ഫോണും ലാപ്ടോപ്പും മുതൽ മരുന്നുകൾക്ക് വരെ വില കൂടും. ഇനി നിങ്ങളുടെ മക്കളോ ബന്ധുക്കളോ വിദേശത്ത് പഠിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുന്ന പൈസയുടെ മൂല്യം കുറയും. ഫീസ് അടയ്ക്കാൻ നിങ്ങൾ കൂടുതൽ രൂപ കണ്ടെത്തേണ്ടി വരും. ഇങ്ങനെ നോക്കുമ്പോൾ എണ്ണവില നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ കോണുകളെയും ബാധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. ഇവിടെയാണ് നമ്മൾ ഒരു നിമിഷം നിന്ന് ആലോചിക്കേണ്ടത്. ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗവൺമെന്റിന് വേണമെങ്കിൽ ടാക്സ് കുറിച്ച് താൽക്കാലികമായി നമ്മളെ സഹായിക്കാം. പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? കാരണം ക്രൂഡ് ഓയിൽ ഇത്രയും ഉയർന്നു നിൽക്കുമ്പോൾ എത്ര കാലം സർക്കാരിന് സബ്സിഡി നൽകാൻ കഴിയും? സർക്കാർ കൂടുതൽ കടമെടുത്താൽ അത് രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയെ ബാധിക്കും. റോഡ് പണിക്കും മറ്റ് വികസന പ്രവർത്തനങ്ങൾക്കുമുള്ള പണം കുറയും. ചുരുക്കത്തിൽ എങ്ങനെ പോയാലും കഷ്ടപ്പെടുന്നത് നമ്മൾ തന്നെയാണ്. നമ്മുടെ കേരളത്തിന്റെ കാര്യമെന്ന് എടുത്തു നോക്കാം. നമ്മളൊരു ഉപഭോക്തൃ സംസ്ഥാനമാണ്. വണ്ടി ഉപയോഗിക്കുന്നവരുടെ എണ്ണം ഇവിടെ കൂടുതലാണ്. അത്യാവശ്യം ദൂരെയുള്ള ജോലിക്കായി KSRTC ആശ്രയിക്കുന്ന ഒരുപാട് പേരുണ്ട് നമുക്കിടയിൽ. ഡീസൽ വില കൂടുമ്പോൾ സ്വാഭാവികമായും ബസ് ചാർജ് കൂട്ടേണ്ടി വരും. ഇതിനോടകം തന്നെ നഷ്ടത്തിലുള്ള KSRTCക്ക് ഇത് വലിയൊരു ആഘാതമാകും. അതുപോലെ തന്നെ ടൂറിസം മേഖല. പെട്രോൾ വില കൂടുമ്പോൾ വിമാന ടിക്കറ്റിനും ടാക്സി ചാർജിനും വില കൂടും. അപ്പോൾ ടൂറിസ്റ്റുകൾ വരുന്നത് കുറയും. ഹോട്ടൽ നടത്തുന്നവർക്കും ഹോം സ്റ്റേ ഉള്ളവർക്കുമൊക്കെ ഇത് തിരിച്ചടിയാകും. നമ്മുടെ നാടിന്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ ഇത് ഉലയ്ക്കാൻ സാധ്യതയുണ്ട്. ഇനി ഒരു പോസിറ്റീവ് കാര്യം പറയാം. നമ്മളെ ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറാൻ ഈ തീരുമാനങ്ങളൊക്കെ പ്രേരിപ്പിച്ചേക്കാം. പക്ഷെ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് പെട്ടെന്നൊരു EV വാങ്ങുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിന്റെ വണ്ടി വില എപ്പോഴും കൂടുതലാണ്. ഒരു ലോൺ എടുത്ത് വണ്ടി വാങ്ങിയ ആൾക്ക് EVയിലേക്ക് മാറാൻ വീണ്ടും ഒരു ബാധ്യത കൂടി തലയിലെടുക്കാൻ പറ്റില്ലല്ലോ. ഇവിടെയാണ് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. ഈ വിലക്കയറ്റം വെറും ഒരു താൽക്കാലിക പ്രതിഭാസമാണോ അതോ ഇതൊരു പുതിയ രീതിയുടെ തുടക്കമാണോ? നമ്മൾ നമ്മുടെ ചെലവുകളൊന്ന് പുനഃക്രമീകരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അനാവശ്യ യാത്രകൾ കുറയ്ക്കുക, പണം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക, ഇതൊക്കെ മാത്രമാണ് തൽക്കാലം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ലോകം മാറുമ്പോൾ എണ്ണയ്ക്ക് പകരം മറ്റു ഊർജ്ജ സ്രോതസ്സുകൾ കണ്ടെത്തുന്നവരെ ഈ പിരിമുറുക്കം നമ്മൾ അനുഭവിച്ചേ മതിയാകും. ക്രൂഡ് ഓയിൽ $120 കടക്കുമ്പോൾ ഇത് വെറും ഒരു കണക്കല്ല. അത് നമ്മുടെ ഓരോരുത്തരുടെയും സ്വപ്നങ്ങളിലേക്കും പ്ലാനുകളിലേക്കുമുള്ള ഒരു കടന്നുകയറ്റമാണ്. വരും മാസങ്ങളിൽ സാധനങ്ങളുടെ വില ഇനിയും കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബജറ്റിൽ ഒരു ചെറിയ കരുതൽ എപ്പോഴും വെക്കുന്നത് നന്നായിരിക്കും. ഇതൊരു ചെറിയ മാറ്റമല്ല, നമ്മുടെ സാമ്പത്തിക സുരക്ഷിതത്തിനായിട്ടുള്ള ഒരു മുന്നറിയിപ്പാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്.